Okay. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? സർ. ഹലോ. ഓക്കെ. ഇനി ഞാനേ കോളേജ് ലൈബ്രറിയിൽ നിന്നാണ് ഇരിക്കുന്നത്. അപ്പൊ നെറ്റിന് എന്തോ ഒരു ചെറിയ സ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളൊന്ന് പറയണേ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എഫ് ടെസ്റ്റ് ആയിരുന്നു. എഫ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓർമ്മയുണ്ടോ? എഫ് ടെസ്റ്റിന്റെ മെയിൻ പർപ്പസ് എന്താണ്? നമ്മൾ റിഗ്രഷനിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മോഡൽ ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ. ഓക്കെ. ടു ടെസ്റ്റ് ദ ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മോഡൽ. അതാണ് എഫ് ടെസ്റ്റിന്റെ നമ്മൾ റിഗ്രഷനിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനായിട്ട് നമുക്കത് ഉപയോഗിക്കാനുണ്ട്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്തതാണ്. ജസ്റ്റ് അതിന്റെ നമ്മൾ ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ജനറൽ മോഡൽ ആണെങ്കിൽ yi is equal to beta 1 plus beta 2x2 I plus beta 3 x3i plus beta k xk. So this is our general k variable regression model, multiple regression model. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കോഎഫിഷ്യൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? വാട്ട് വിൽ ബി അവർ നൾ ഹൈപ്പോത്തസിസ്? In this case, we test that all the slope coefficients are, our null hypothesis is that all our slope coefficients are equal to 0. That means there is no significance at all. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് ബീറ്റ 2 ബീറ്റ 3 ബീറ്റ 4 etc etc beta k are all equal to 0. This is our null hypothesis. As a researcher, I want to reject this null hypothesis. കാരണം ഞാനത് റിജക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മോഡൽ there is no overall significance. And my alternative hypothesis is not all betas are equal to 0. Okay, so എഫ് ടെസ്റ്റിന്റെ ഇക്വേഷൻ നമ്മൾ എഫ് ടെസ്റ്റ് ആണ് ഇതിൽ ചെയ്യുന്നത്. അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർമുലേറ്റ് നൾ ഹൈപ്പോത്തസിസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് we have to find the critical f value. So this is the first step. This is our second step. So we have to find the critical f value. എന്താ ചെയ്യുക critical f value ഫൈൻഡ് ചെയ്യാനായിട്ട്? എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം നമുക്ക്?
ക്രിട്ടിക്കൽ എഫ് വാല്യൂ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്നാണ് ഫൈൻഡ് ചെയ്യുന്നത്. അറിയാലോ നിങ്ങൾക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്നാണ് ഫൈൻഡ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ. നമുക്ക് വേണ്ടത് ഒന്ന് ആൽഫയുടെ ലെവൽ വേണം. അപ്പൊ നമ്മൾ യൂഷ്വലി ആൽഫയുടെ ലെവൽ എത്രയായിട്ട് എടുക്കാറില്ല? ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ആൽഫയുടെ ലെവൽ എത്രയാണ് എടുക്കുന്നത്? അതായത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. കേൾക്കുന്നുണ്ടോ? ആ സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എഫ് സി നമ്മൾ കാൽക്കുലേറ്റഡ് ക്രിട്ടിക്കൽ എഫ് വാല്യൂ, ഇത് നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. ഇതിന്റെ യൂഷ്വലി നമ്മൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമുക്ക് ആ ഒരു ടേബിൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വേണം. യൂഷ്വലി നമ്മൾ എടുക്കുന്നത് 5% ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിട്ട് എടുക്കുക ഡീഫോൾട്ട് ആയിട്ട്. അത് 1% എടുക്കാം, 10% എടുക്കാം. ബട്ട് ഇൻ മോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ് 5% ആണ് ഡീഫോൾട്ട് ആയിട്ട് എടുക്കുന്നത്. അതിൽ നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതായിട്ട്. ഓക്കെ, മറ്റൊരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് വി ഹാവ് ടു നോ ദ സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് അറിയണം. എഫ് ടെസ്റ്റിന് രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഉണ്ട്. ഒന്ന് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ഡിനോമിനേറ്റർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ടി ടെസ്റ്റിൽ നമുക്ക് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് n-k. ഇവിടെ നമുക്ക് രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഉണ്ട്. വൺ ഈസ് ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് k-1. k-1 ആണ് ആദ്യത്തെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, സോറി ന്യൂമറേറ്റർ ഡി എഫ്. ഡിനോമിനേറ്റർ ഡി എഫ് എന്ന് പറയുന്നത് n-k. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നമുക്ക് ക്രിട്ടിക്കൽ എഫ് വാല്യൂ കണ്ടെത്താനായിട്ട് പറ്റും. ചിലപ്പോൾ എഫ് സി എന്നായിരിക്കും ഉപയോഗിക്കുക, അതല്ലെങ്കിൽ എഫ് ആൽഫ എന്ന് ഉപയോഗിച്ചും കാണാറുണ്ട്. ഓൾസോ യൂസ് ദിസ് ആൽഫ. അതൊരു ഇതിൻ്റെ എത്രയാണ് അതിൻ്റെ ആൽഫ എടുക്കുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫൈൻഡ് calculated f value. So we have to find the calculated f value. F ratio എന്ന് പറയുന്നത് നമ്മൾ ജനറലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ explained sum of square divided by its degree of freedom all divided by residual sum of square divided by its degree of freedom. വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് നമുക്കറിയാം. explained sum of square divided by k-1. So this is our numerator degree of freedom divided by residual sum of square divided by n-k. So this is our general equation to find f value. നമ്മൾ ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്.
ഒരു 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ സം ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ എന്ന് പറയുന്നത് നമുക്ക് അവിടെ 2 ആയിരിക്കും കിട്ടുക 3 മൈനസ് 1 3 വേരിയബിൾ റിഗ്രഷൻ മോഡലിൽ 3 മൈനസ് 1 ദാറ്റ് ഇസ് 2 എന്നിൻ്റെ സൈസ് നോക്കിയിട്ടാണ് നമ്മൾ എൻ മൈനസ് 3 ആയിരിക്കും അവിടെ. സോ നമുക്ക് ഡിസിഷൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കുക. 4 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. സെക്കൻഡ്, ഫൈൻഡ് the critical value of f that we have to do before estimating calculated value. So third step is calculate f value. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? What is the fourth step? Decision rule. Okay, decision rule. എന്താണ് decision rule എന്ന് പറയുന്നത്? നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ്, അതായത് നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുകയാണ്. നമ്മൾ എന്തൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്? അപ്പം നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. സോ എഫ് കെ, that is our calculated f value, and we compare it with fc, critical f value. This is our observed f value, this is our critical f value. So what's our decision? If നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം if fk, the value of fk is greater than critical f value, then it is fine for us because we reject null hypothesis. This is we would like to do as a researcher. We reject null hypothesis. So if it is not the case, that means if fk, the observed f value is less than critical f value, then we cannot or we fail to reject null hypothesis, which means that the model is overall insignificant. Here in the first case, we have proven that our model has overall significance. So fk യുടെ value greater ആവുന്നത് from the point of view of a researcher, it is great. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ടെസ്റ്റിംഗ് ദ ഈക്വാളിറ്റി ഓഫ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വേറെ കാര്യം എന്ന് പറയുന്നത് റിഗ്രഷൻ, നമ്മൾ ആർ സ്ക്വയറും എഫ് വാല്യൂവിൻ്റെ നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ തമ്മിലുള്ള റിലേഷൻ. സോ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും എഫ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു എൻ മൈനസ് കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ പ്രൂഫ് എല്ലാം നമ്മൾ എഴുതിയതാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലാരിഫൈ തരാം. യെസ്, ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ടെസ്റ്റിംഗ് ദി ഈക്വാളിറ്റി ഓഫ് 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. ആ സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി. Testing the equality of 2 regression coefficient.
ഓക്കെ, നമുക്ക് ഇന്റർസെപ്റ്റ് കോഎഫിഷ്യന്റ് അറിയാം, പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യന്റ് അറിയാം. പാർഷ്യൽ സ്ലോപ്പ് കോഎഫിഷ്യൻസ് വരുന്നത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലാണ്. സോ ആക്ച്വലി വി ആർ ടെസ്റ്റിംഗ് ദ ഈക്വാലിറ്റി ഓഫ് ടു റിഗ്രഷൻ കോഎഫിഷ്യൻസ്. രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഈക്വൽ ആണോ എന്ന് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുകയാണ്. ഈക്വൽ ആണെങ്കിൽ വി നീഡ് നോട്ട് ടു ആക്ച്വലി വി ക്യാൻ ഓൺലി ഗോ വിത്ത് വൺ. രണ്ടും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ പിന്നെ ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു ജനറൽ ഒരു 4 വേരിയബിൾ മോഡൽ എഴുതിയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട്. സോ yi is equal to beta 1 plus beta 2 x2y plus beta 3 x3i or x4i plus ui. ഓക്കെ, എത്ര വേരിയബിൾ ഉണ്ട്? How many variables? ഈ മോഡൽ എത്ര വേരിയബിൾ മോഡലാണ്? നമ്മൾ 2 വേരിയബിൾ 3 വേരിയബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഇത് എത്ര വേരിയബിൾ മോഡലാണ്? എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്? ഹലോ, കേൾക്കുന്നുണ്ടോ? സാർ അവിടെ x2i എന്നില്ലേ? x2i ഉണ്ട്. യെസ്, യു ആർ റൈറ്റ്. എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്? യെസ്, 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. സോ ദിസ് ഈസ് 4 വേരിയബിൾ regression model. So 1 independent variable and 1 dependent variable and 3 independent variables. So this is a 4 variable model. Okay. നമ്മൾ ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് ഡിമാൻഡ്. സോ ദിസ് ഈസ് എ ഡിമാൻഡ് ഫംഗ്ഷൻ is equal to beta 1 plus beta 2 pi. This is price. Beta 3 income plus beta 4 wealth plus ui. സോ ഞാൻ എക്സാമ്പിളിലൂടെ പറയുകയാണ്. ഇത് ഡിമാൻഡാണ്. ഡിമാൻഡ് എന്തിനെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നു? പ്രൈസിനെ ആശ്രയിക്കുന്നു, ഇൻകത്തെ, വെൽത്തിനെ, ആൻഡ് ഓൾ ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മോഡൽ. സോ ഇവിടെ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ടെസ്റ്റിംഗ് ദി ഈക്വാലിറ്റി ഓഫ് 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ഇവിടെ എനിക്ക് 2 റിഗ്രഷൻ കോഎഫിഷ്യൻ ഞാൻ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്.
ഈക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഇഫ് എനിക്ക് അതിന്റെ നൾ ഹൈപ്പോത്തിസിസ് ഈക്വൽ ആണെന്ന് പറയുമ്പോഴും അത് റിജക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ മോഡൽ ഞാൻ പിന്നെ ഒരെണ്ണം ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് യൂഷ്വലി നമുക്കൊരു സംശയം തോന്നാം, ഈ വെൽത്തും ഇൻകവും രണ്ടും കോറിലേറ്റഡ് ആണ്. വെൽത്തും ഇൻകവും തമ്മിൽ കോറിലേറ്റഡ് ആണ്. അപ്പൊ ചിലപ്പോൾ മൾട്ടി കോറിലേഷൻ ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാൽ മതിയോ? നമുക്ക് ആ മോഡല് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ we can test whether these two coefficients are equal. If it is equal, we just go with one coefficient. So അങ്ങനെയാണെങ്കിൽ നമ്മുടെ null hypothesis എന്ന് പറയുന്നത്. So we want to test what is that? We want to test is beta 3 is equal to beta 4. ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബീറ്റ 3യും ബീറ്റ 4ഉം ഈക്വൽ ആണ്. സോ അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറയാം, ബീറ്റ 3 മൈനസ് ബീറ്റ 4 ഈസ് ഈക്വൽ ടു 0. രണ്ടും ഒന്ന് തന്നെയാണ്. ബീറ്റ 3 മൈനസ് ബീറ്റ 4 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് വിച്ച് മീൻസ് ദാറ്റ് ബീറ്റ 3 ഈസ് ഈക്വൽ ടു ബീറ്റ 4. So null hypothesis. So we would like to write the null hypothesis. Let's write the null hypothesis here. This is our null hypothesis. We are going to test the equality between two regression coefficients. So നമുക്ക് ഇങ്ങനെ എഴുതാം, or we can write beta 3 minus beta 4 is equal to 0. So what will be our alternative hypothesis? Anyone? എന്തായിരിക്കും നമ്മുടെ alternative hypothesis? ആർക്കെങ്കിലും ഒരു ഗസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും എന്നുള്ളത്? ബീറ്റ 3 നോട്ട് ഈക്വൽ ടു ബീറ്റ 4. ശരിയാണ്. ബീറ്റ 3 നോട്ട് ഈക്വൽ ടു ബീറ്റ 4, അതായത് രണ്ടും ഈക്വൽ അല്ല. നമ്മൾ ഇതിനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗോ വിത്ത് ബോത്ത് ദീസ് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻ അവർ മോഡൽ. സോ അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓർ നമുക്ക് എങ്ങനെ എഴുതാം, ബീറ്റ 3 മൈനസ് ബീറ്റ 4 നോട്ട് ഈക്വൽ ടു 0. ഈ രണ്ടും മാത്തമാറ്റിക്കലി ഇക്വലന്റ് ആണ്. സോ ഹൗ ഡു വി ടെസ്റ്റ് ഇറ്റ്? നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ, നമ്മൾ ഈക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ടി ടെസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ടി ടെസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടി ടെസ്റ്റിൽ ബീറ്റ കെ ക്യാപ് മൈനസ് hypothesized beta divided by standard error of beta k. This is the equation to find tk. So അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബീറ്റ കെ എന്ന് പറയുന്നത്? ബീറ്റ കെ എന്ന് പറയുന്നത് നമ്മൾ ഇത് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനോട്ട് എഴുതുമ്പോൾ നമുക്കിതെല്ലാം എസ്റ്റിമേറ്റേഴ്സ് ആയിട്ട് മാറും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എങ്ങനെയായിരിക്കും നമ്മുടെ ടി വാല്യൂ കണ്ടെത്തുക? ടി വാല്യൂ എന്ന് പറയുന്നത് ദിസ് വിൽ ബി ബീറ്റ beta 3 cap minus beta 4 cap. ഇതാണ് നമ്മുടെ
ബീറ്റ കെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈക്വാളിറ്റിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മൈനസ് നമ്മുടെ ഓൾട്ടർനേറ്റീവ്, നമ്മുടെ ഹൈപ്പോത്തസൈസ്ഡ് ബീറ്റ എന്താണ്? വാട്ട് ഈസ് ദ ഹൈപ്പോത്തസൈസ്ഡ് ബീറ്റയുടെ വാല്യൂ? ഇതാണ് നമ്മുടെ ഹൈപ്പോത്തസൈസ്ഡ് ബീറ്റ. ദാറ്റ് ഈസ് ആക്ച്വലി 0. നമുക്ക് ഏതിന്റെ കാര്യമില്ലെങ്കിലും ഞാൻ ഇക്വേഷന്റെ സേക്കിന് വേണ്ടി അത് എഴുതുകയാണ്. ബീറ്റ 3 മൈനസ് ബീറ്റ. ഞാൻ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതി, അതിനുശേഷം ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ കെ ക്യാപ്പ് എന്നാണ് നമ്മുടെ, ഇതാണ് നമ്മുടെ ബീറ്റ കെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഇക്വാളിറ്റിയാണ് നമ്മൾ, ഇത് ഇങ്ങനെയാണ് നമ്മൾ, ഇതാണ് നമ്മൾ ഇക്വേഷനിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ ഫോമിലേക്ക് ആക്കിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ 3 ക്യാപ്പ് മൈനസ് ബീറ്റ 4. അപ്പൊ ഈക്വൽ ആണെന്ന് പറയുന്നത് മീൻസ് നമുക്ക് വ്യത്യാസം എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ടർത്ഥം എന്ന് പറയുന്നത് there is no difference between
ഹലോ, ആരെങ്കിലും സാറിനെ വിളിച്ചോ? ഇല്ല, നീ വിളിച്ചോടി? എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് കണക്ട് ആവണില്ല ഫോണ്. ആണോ? സാറിന് നെറ്റ് ഉണ്ടാവല്ലായിരിക്കും. ചിലപ്പോ റേഞ്ച് വന്നു പോയതായിരിക്കും. സാറ്. ഒട്ടും റേഞ്ച് കിട്ടുണ്ടാവില്ലായിരിക്കും, അതിന് കോളും വരാത്ത. സാറ് വന്നു. ഹലോ, എവിടെ? ഹലോ, കട്ടായിപ്പോയോ? കട്ടായിപ്പോയോ അല്ലേ? സോറി. നിങ്ങൾ പറയണേ, എനിക്ക് സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഇപ്പൊ കിട്ടി. അനഘ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എവിടം വരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു? ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹലോ, സ്ക്രീൻ സോറി. സർ, സ്ക്രീൻ പ്രസന്റ് അല്ല. ഓക്കെ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എവിടം വരെയാണ് എടുത്തത്? ഇത് തുടങ്ങിയിരുന്നോ? എവിടെ വെച്ചിട്ടാണ് കട്ടായത്? ഇത് കംപ്ലീറ്റ് ആയോ? ഇത് കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, ഇതിലേക്ക് പോയിണ്ടായോ? ഈ സ്റ്റെപ്പുകൾ കിട്ടിയിരുന്നോ? എവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ആയതെന്ന് പറഞ്ഞു? ഈ സ്ലൈഡ് കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? ഇല്ല സാർ. ഇല്ലല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഒന്നുകൂടി എടുക്കേ. ഞാൻ ഇതൊക്കെ മായ്ക്കാം. ഓക്കെ, തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ നമ്മൾ എന്താ എഴുതിയത്? സ്റ്റാൻഡേർഡ് എറർ ഓഫ് β3 മൈനസ് β4. ഇതുവരെയും ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് വരെയും. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെറ്റ് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. സാർ ഇപ്പൊ കേൾക്കാം. ഓക്കെ, നമ്മൾ ഇതുവരെ എത്തിയല്ലോ അല്ലേ? എല്ലാവർക്കും ഇതുവരെ മനസ്സിലായല്ലോ സ്റ്റെപ്പ്? എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ടി ടെസ്റ്റിന്റെ ഇക്വേഷൻ ഇതാണ്. നമ്മൾ ടി ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടി ടെസ്റ്റിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ βk എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സാമ്പിളിൽ βk എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ βk ഇതാണ് നമ്മുടെ βk. ഇത് നൾ ഹൈപ്പോത്തീസിസ് ആണ്. ഇതിനെ നമ്മൾ സാമ്പിളിൽ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് വിൽ ബി അവർ βk. അത് ഞാൻ ഇവിടെ എഴുതി. ഇത് നമ്മുടെ ഹൈപ്പോത്തസൈസ്ഡ് ബീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളത് പിന്നെ 0 ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. ഇതിനെ നമ്മൾ സാമ്പിളിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം മുകളിൽ ക്യാപ്പ് വരും എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. സോ ആ എസ്റ്റിമേറ്റഡ് βk ആണ് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് എറർ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ സ്റ്റാൻഡേർഡ് എറർ എന്താണ്? ഇതാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചത്. ഇതാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. സോ സ്റ്റാൻഡേർഡ് എറർ, നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് എററിന്റെ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ വേരിയൻസ് ഫൈൻഡ് ചെയ്യണം. വേരിയൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് എററിന്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ. വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എററിന്റെ സ്ക്വയർ ആണ്. സോ ഇതിന്റെ വേരിയൻസ് കിട്ടാനായിട്ട് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. β3 മൈനസ് β4. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് വേരിയൻസ്. മനസ്സിലായോ?
ഓക്കെ, ഇതിന് സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് എഴുതുക? ബീറ്റ 3 ക്യാപ് സ്ക്വയർ പ്ലസ് ബീറ്റ 4 ക്യാപ് സ്ക്വയർ മൈനസ് 2 ബീറ്റ 3 ക്യാപ് ബീറ്റ 4 ക്യാപ്. നമ്മൾ എഴുതിയത് a minus b the whole square. ആ ഫോർമാറ്റിലാണ് എഴുതിയത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. നമുക്കിത് വേരിയൻസിന്റെ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് വേരിയൻസ് ഓഫ് ബീറ്റ 3 ക്യാപ് സ്ക്വയർ. This is actually variance. So we just need to write variance of beta 3 cap plus variance of beta 4 cap minus. This is actually covariance between beta 3 cap and beta 4 cap. So this is covariance between beta 3 cap and beta 4 cap. So we just need to write 2 covariance of beta 3 cap and beta 4 cap. ഇനി ഇത് വേരിയൻസ് ആണ്. നമുക്ക് ഈ സ്റ്റാൻഡേർഡ് എറർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കിട്ടാനായിട്ട് നമ്മൾ ഇതിനെ സ്ക്വയർ റൂട്ട് ചെയ്താൽ മതി. സോ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാമല്ലോ. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ദിസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. ഇത് വേരിയൻസ് ആണ്. സോ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ബീറ്റ 3 ക്യാപ് ബീറ്റ 4 ക്യാപ് ഈസ് beta 3 cap minus beta 4 cap is equal to square root of variance of beta 3 cap plus variance of beta 4 cap minus 2 covariance of beta 3 cap beta 4. So this is standard error between beta 3 cap and standard error of beta 3 cap minus beta 4. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ടി കെ ഈസ് ഇക്വൽ ടു ബീറ്റ വേരിയൻസ് ഓഫ് ബീറ്റ 3 ക്യാപ് വേരിയൻസ് ഓഫ് ബീറ്റ 4 ക്യാപ് മൈനസ് 2 covariance of beta 3 cap beta 4. കോവേരിയൻസ് എന്ന് പറയുന്നത് കോറിലേഷൻ ഇക്വേഷനിലെ ഈ രണ്ട് കാര്യങ്ങളുടെ കോറിലേഷൻ ഇക്വേഷന്റെ ന്യൂമറേറ്റർ ആണ്. ശരിക്കും ഈ രണ്ട് ന്യൂമറേറ്ററിൽ കാണുന്ന എന്താണോ അതാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എക്സും വൈയും ആണ് എടുക്കുന്നതെങ്കിൽ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ. ഇവിടെ കോവേരിയൻസ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് സിഗ്നിഫിക്കൻറ്റ്. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വി ജസ്റ്റ് സ്റ്റഡി ദാറ്റ് കോവേരിയൻസ് ബിറ്റ്വീൻ ബീറ്റ 3 ക്യാപ് ആൻഡ് ബീറ്റ 4. സോ ദിസ് ഈസ് ദ ടി ഇക്വേഷൻ. ഇനി നമുക്ക് ടി സി
This is the observed t-value we find from the sample data. ഇനി ഇതിനെ നമുക്ക് ഡിസിഷൻ റൂൾ എടുക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് TC വേണം, ക്രിട്ടിക്കൽ ടി വാല്യൂ. സോ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ എപ്പോഴും നമുക്കൊരു ഒബ്സർവ്ഡ് വാല്യൂ ഉണ്ടാവും, ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ടാവും. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം? പ്ലീസ് ടെൽ മീ. ക്രിട്ടിക്കൽ ടി വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണം? ടി വാല്യൂ ആകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് ടു ടൈൽ ടെസ്റ്റ് ആണ്, നമ്മൾ ഹൈപ്പോത്തസിസിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ടു ടൈൽ ടെസ്റ്റ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഓക്കെ, സോ നമുക്കിവിടെ TC ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് റിക്വയർമെന്റ്സ് ആണുള്ളത്. ഒന്ന്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അറിയണം. രണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം അറിയണം. സോ നമുക്ക് ശരിക്കും T ആൽഫ DF എന്ന് എഴുതാം. രണ്ട് റിക്വയർമെന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ആൽഫ നമുക്ക് 5% എടുക്കാം, ദാറ്റ് മീൻസ് 0.05 എടുക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമുക്കിവിടെ n-k. K we are not including the intercept in this case. So n-k. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്കിപ്പോൾ ഇത് 3 ആയിരിക്കും. 1, 2, 3. We are excluding the intercept coefficient. So this will be n-3. So we can specifically write നമ്മൾ TC ഫൈൻഡ് ചെയ്യുന്നു. സോ TC ഈ കാര്യം നമ്മൾ TC ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്നാണ് TC ഫൈൻഡ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ സോ TC വിൽ ബി 0.05, ഡിഗ്രി ഓഫ് ഫ്രീഡം n-3. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ഇത് നമ്മുടെ ഇത് നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ട സ്റ്റെപ്പാണ്. ദിസ് ഷുഡ് ഹാവ് ബീൻ അവർ സെക്കൻഡ് സ്റ്റെപ്പ്. ദിസ് ഈസ് അവർ തേർഡ് സ്റ്റെപ്പ് ആക്ച്വലി. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡിസിഷൻ. സോ ഡിസിഷൻ റൂളിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യും. സോ ഇഫ് TK ഈസ് ഗ്രേറ്റർ ദാൻ TC, we reject null hypothesis. What is our null hypothesis? Our null hypothesis is that beta 3 minus beta 4, നോക്കിങ്ങനെ എഴുതാം, beta 3 is equal to beta 4. So if TK is less than TC, we fail to reject null hypothesis. So ഇവിടെ നമ്മൾ റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് if we could reject this null hypothesis, നമ്മൾ ഫൈൻഡ് ചെയ്ത TC-നേക്കാൾ ഗ്രേറ്റർ ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ റിജക്ട് ചെയ്തു, ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളത് ഈ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മോഡലിൽ ഈ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും ഈക്വൽ അല്ല. ആ ഈക്വാളിറ്റി നമ്മൾ ഈക്വൽ അല്ല എന്നുള്ളത് നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ we should use both income and wealth in our model because both are independent in that way. Not perfectly independent, but they are independent. And they both have their own independent effect on dependent variables.
significant in the respect that these both are not equal, so they can be both included in the model. So that is the testing of equality of two regression coefficients.